രാജ്യത്തെ ഓരോ പൗരനും അഭിമാന നിമിഷം സമ്മാനിച്ചുകൊണ്ടൊരു വമ്പൻ വാർത്തയാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. ഒരു കാലത്ത് പോരാടാനായി അല്ലെങ്കിൽ സ്വന്തം രാജ്യം സംരക്ഷിക്കാനായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങേണ്ടി വന്നൊരു രാജ്യം സ്വന്തമായി ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഉപരോധത്തിൻ്റെ പൂട്ടിട്ട് കുച്ചുവിലങ്ങിട്ട് മൂടിക്കെട്ടാൻ ശ്രമിച്ച ഒരു രാജ്യം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലായിട്ട് പതിറ്റാണ്ടിന് മുകളിലാകുമ്പോൾ ഇതാ എത്തുന്നു ഒരു വലിയ വാർത്ത തന്നെ. അതായത് എലി മലയെ വിഴുങ്ങുക എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളും പ്രതിരോധോപകരണങ്ങളും വാങ്ങാൻ റഷ്യ കരാർ ഒപ്പിട്ടിരിക്കുന്നു. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി, ഒപ്പം തന്നെ ആയുധശക്തി, വമ്പൻ രാജ്യം എന്നൊക്കെ പറയുന്ന റഷ്യ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു. കാരണം നമ്മൾ ഒരു കാലത്ത് റഷ്യയിൽ നിന്ന് ആയിരുന്നു ആയുധങ്ങൾ ഇങ്ങോട്ട് വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് 87 രാജ്യങ്ങളിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഒപ്പം റഷ്യയിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വാർത്ത. $4 ബില്യൺ കരാറാണ് ആദ്യഘട്ടത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇതുപ്രകാരം ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളുമാണ് വാങ്ങുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് ഇതെല്ലാം തന്നെ. ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധത്തിനിടയിലും റഷ്യയ്ക്ക് ഇന്ത്യ യന്ത്ര സാമഗ്രികൾ, അതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് സാധനങ്ങൾ എന്നിവ നൽകിയിരുന്നു. ഉപരോധത്തെ ഇന്ത്യ വകവച്ചിരുന്നില്ല. റഷ്യയ്ക്ക് ഓട്ടോ ഭാഗങ്ങളടക്കം ഇന്ത്യ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ കരാറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കരാർ ഇന്ത്യൻ രൂപയിലാണ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് $4 ബില്യൺ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ കരാർ നടപ്പാകുന്നത് ഇന്ത്യൻ രൂപയിലാണ്. ഇത് നമുക്ക് അഭിമാനിക്കാൻ ഉതകുന്ന ഒരു കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.